ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ നവരാത്രി സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതാഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്തൊരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ടും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് NYbea പ്രൈമറാണ്. ഒരു ബാരിയർ ആയിട്ടാണ് ഈ പ്രൈമർ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് ഒക്കെ ഒന്ന് കൺസീൽ ചെയ്യുകയാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് NYbea കൺസീലറാണ്. ജസ്റ്റ് പിമ്പിൾസ് ഉള്ള സൈഡിൽ ചീക്കിൻ്റെ ഏരിയയിലും ഒക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മൗത്തിൻ്റെ ഏരിയയിലൊക്കെ ചെറിയ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡർ ഉപയോഗിച്ച് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് Maybelline ന്യൂയോർക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഡ്രീം സാറ്റിൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷനാണ്. ലിക്വിഡ് ഫൗണ്ടേഷനാണിത്. ഫേസിലും നെക്കിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡോട്ട് ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷനും ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു അൺഈവൻ ടോണിലായിട്ട് ഫേസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. ഞാൻ ചെയ്യാൻ പോകുന്നത് അണ്ടർ ഐ ഏരിയയ്ക്ക് ഒന്ന് കൺസീൽ ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് NYbea തന്നെ കൺസീലറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹൈലൈറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് ഉപയോഗിച്ച് നോസിൻ്റെ ഏരിയയും ചിന്നിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ ആ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കോണ്ടോറിങ് ആണ്. ഞാൻ കോണ്ടോറിങ് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ ഫോർഹെഡ് ഏരിയയും ഒക്കെ ഒരുപാട് വൈഡറായിട്ട് ഫോർഹെഡ് ഏരിയ ഉള്ളവർക്കൊക്കെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടറിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചബ്ബി ആയിട്ടുള്ള ചീക്കുള്ളവർക്ക്, നമ്മളെ ഡബിൾ ചിന്നൊക്കെ ഉള്ളവർക്കാണ് കോണ്ടറിങ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ കുറച്ച് ചബ്ബിയായിട്ട് തോന്നുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടൊന്ന് ട്രയലാണിത്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. കോണ്ടറിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് NYbea തന്നെ കോണ്ടറിങ് പ്ലസ് കൺസീലർ സ്റ്റിക്ക് തന്നെയാണ്. ഇത് കൺസീലർ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ബ്രഷ് വെച്ചിട്ട് അപ്പർ ഡയറക്ഷനിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് കുറച്ച് ഡാർക്കായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പാണ്. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ലാക്മിയുടെ കാജലാണ്. തിക്കായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അപ്പർ ഏരിയയിൽ വരയ്ക്കുന്ന, അപ്പർ ഐലിഡിൻ്റെ ഏരിയയിൽ വരയ്ക്കുന്ന സമയത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വരയ്ക്കുക. വരച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഐ ഷാഡോയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് സ്റ്റേക്യൂക്കിയുടെ ഒരു ഐലൈനറാണ്. ഇത് ബാഡാസ് ബ്രോൺസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ജസ്റ്റ് ഇത് ഐലിഡിൻ്റെ ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇതൊരു ഐ ഷാഡോയുടെ ലുക്ക് തരും. അടുത്തതായിട്ട് നമ്മൾ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എലൻബ്ലുവിൻ്റെ ബ്ലാക്ക് കളർ മസ്കാരയാണ്. ഇതെനിക്ക് ഗ്ലാമിക ബോക്സിൽ കിട്ടിയിട്ടുള്ള മസ്കാരയാണ്. ഇത് തന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ലിപ്പും കൂടെ ഒരു ബാം ഉപയോഗിച്ച് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് NYbea ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു ബ്രൈറ്റ് കളറാണിത്. ഇതിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു വൈറ്റ് സ്റ്റോണിൻ്റെ ബിന്ദിയാണ് വെക്കുന്നത്. നമുക്ക് മുടിയൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു നോർമൽ ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഹെയർ ക്ലിപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാനൊരു സിൽവർ ഓക്സിഡൈസ്ഡ് നെക്ലസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഹൗസ് ഓഫ് പന്തോറ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഈ നെക്ക് പീസിന് മാച്ച് ചെയ്യുന്ന പോലെ ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ജുംക്കയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മെറ്റൽ ബാംഗിളാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.